ഇറാൻ ഒരു കാലത്തും വിട്ടുവീഴ്ചയ്ക്കില്ല. ഈ യുദ്ധം അനിശ്ചിതമായി കൊണ്ടുപോകും. ഈ യുദ്ധം ഇസ്രയേലിനും അമേരിക്കയ്ക്കും പരമാവധി ആഘാതം ഏൽപ്പിക്കുന്ന രീതിയിലാണ് ഇറാൻ കൊണ്ടുപോകുന്നത്. ഇപ്പോഴിതാ അമേരിക്കയുടെ ഉള്ളിലേക്ക് ആക്രമണം നടത്താൻ ഇറാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇത്രയും നാൾ ഇറാൻ അമേരിക്കയുടെ അകത്തേക്ക് യാതൊരു തരത്തിലുള്ള ആക്രമണവും നടത്തിയില്ല. മാത്രമല്ല അമേരിക്കയോട് പ്രതികാരം തീർത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ എയർബേസുകൾ തകർത്തായിരുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല. അമേരിക്കയുടെ അല്ലെങ്കിൽ അമേരിക്കയ്ക്കകത്തേക്ക് വലിയ രീതിയിലുള്ള അമേരിക്കയുടെ പ്രദേശങ്ങളിലേക്കൊക്കെ ആക്രമണം നടത്താനാണ് ഇറാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഈ US കാലിഫോർണിയയിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലുള്ള മിസൈലുകൾ ഇറാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, യുദ്ധം മറ്റൊരു തലത്തിലേക്ക് മാറിയും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുമായിട്ടുള്ള യുദ്ധ സാഹചര്യത്തിൽ പിന്മാറില്ല എന്ന നിലപാട് വീണ്ടും ആവർത്തിച്ച് ഇറാൻ രംഗത്തെത്തുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുമായിട്ട് ബന്ധപ്പെടാൻ അല്ലെങ്കിൽ ശ്രമിച്ചെന്ന ആരോപണം തള്ളി എത്ര കാലം വേണമെങ്കിലും സ്വയം പ്രതിരോധിക്കാൻ തയ്യാറാണ് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കുകയാണ്. അതായത് ഇറാന്റെ നിലപാട് ഇറാൻ വ്യക്തമാക്കി. ഇറാന്റെ ആത്മവിശ്വാസവും ദൃഢനിലപാടും വ്യക്തമാക്കുന്ന പ്രസ്താവനകളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇനി CBSന് നൽകിയ അഭിമുഖത്തിലാണ് ഈ അരാഗ്ചി ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ യുദ്ധത്തെ നിയമവിരുദ്ധം എന്ന് തുറന്നു പറയുന്നത് വരെ ഇറാൻ കാത്തിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇനി അമേരിക്കയുടെ ആക്രമണത്തെ വീണ്ടും വിമർശിച്ച അദ്ദേഹം ഇറാനികൾ എല്ലായ്പ്പോഴും സ്ഥിരതയും ശക്തിയും പുലർത്തുന്ന ജനതയാണെന്ന് ലോകമറിയുന്ന കാര്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി ഗൾഫ് രാജ്യങ്ങളിലെ ആക്രമണങ്ങളെ കുറിച്ചുള്ള ആരോപണങ്ങൾക്കും അരാഗ്ചി വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇറാൻ ലക്ഷ്യമിടുന്നത് ഗൾഫ് രാജ്യങ്ങളെ അല്ല എന്നും അവിടെയുള്ള അമേരിക്കൻ ആസ്തികൾ അല്ലെങ്കിൽ അമേരിക്കൻ സ്ഥാപനങ്ങൾ, അമേരിക്കൻ സൈനിക താവളങ്ങൾ മാത്രമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ പാടെ തള്ളി അദ്ദേഹം ഞങ്ങൾ ഒരിക്കലും വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ടില്ല, ചർച്ചകൾക്ക് പോലും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് അരാഗ്ചി അല്ലെങ്കിൽ ഇറാൻ വ്യക്തമാക്കുന്നത്. എത്ര കാലം വേണമെങ്കിലും സ്വയം പ്രതിരോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നും അമേരിക്കയുമായിട്ട് സംസാരിക്കേണ്ടതിന്റെ ഒരു കാരണവും ഞങ്ങൾ കാണുന്നില്ല എന്നും ആണ് പറഞ്ഞിരിക്കുന്നത്. അവർ നമ്മളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കവേ തന്നെയാണ് നമ്മളെ ആക്രമിക്കാൻ തീരുമാനിച്ചത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ അയൽ ഗൾഫ് രാജ്യങ്ങളുടെ ഭൂമി ഉപയോഗിച്ച് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു എന്ന് ആരോപിച്ചും അരാഗ്ചി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും UAEയുടെ പ്രദേശം ഉപയോഗിച്ച് ഹിമാർസ് റോക്കറ്റുകൾ ഉപയോഗിച്ച് ഇറാന്റെ ദ്വീപുകളെ ആക്രമിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണം എന്ന് പറയുന്നത്. കൂടാതെ കുവൈത്തിൽ നിലയുറപ്പിച്ചിരുന്ന 3 F-50 യുദ്ധവിമാനങ്ങൾ സൗഹൃദ വെടിവെപ്പിൽ വീണ സംഭവവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അവിടെ അവർ എന്താണ് ചെയ്യുന്നത് എന്ന് ആരും ചോദിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതെല്ലാം നടക്കുമ്പോഴും ഇറാനുമായിട്ടുള്ള ഒരു കരാറിലേക്ക് പോകാനുള്ള സാധ്യത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഈ NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇറാൻ ഒരു കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ നിലവിലെ നിബന്ധനകൾ പര്യാപ്തമല്ലാത്തതിനാൽ ഞാൻ അതിൽ ഏർപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്തായാലും അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കരാർ വളരെ ദൃഢമായിരിക്കണം എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഈ കരാറുമായിട്ട് ഇറാൻ അങ്ങോട്ടേക്ക് ചെന്നു എന്നുള്ളത് വളരെ ഈ ഒരു യുദ്ധത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് പച്ചക്കള്ളമാണ് എന്നുള്ളത്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഏത് നിലപാടും സ്വീകരിച്ച് യുദ്ധം തന്നെ എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. അതായത് എങ്ങനെയെങ്കിലും പകരം വീട്ടുക, തങ്ങളെ പിടിച്ചെടുക്കാൻ നോക്കുന്ന ശത്രുക്കളെ തീർക്കുക, അല്ലെങ്കിൽ അത്തരം അവര് പറയുന്ന ഒരു കരാറിൽ ട്രംപ് ഒപ്പുവെക്കുക എന്നുള്ള രീതിയിലേക്ക്. പക്ഷെ ഇതിനിടയിൽ ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു കരാറിനോ അങ്ങനെയുള്ള രീതിയിലൊന്നും ഇറാന്റെ ഭാഗത്ത് നിന്നൊരു നീക്കം ഉണ്ടായിട്ടില്ല. പകരം അവരുടെ ആയുധങ്ങൾ കുറച്ചുകൂടി കൂട്ടുന്നതിന്റെ ധൃതിയിലാണ്. ഈ കരാറിന്റെ നിബന്ധനകൾ എന്തായിരിക്കുമെന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായിട്ടുള്ള മറുപടി നൽകാൻ തയ്യാറായില്ല. അതായത് ട്രംപിന്റെ അടുക്ക ചോദിക്കുകയാണ് ഈ കരാറിൽ എന്തായിരിക്കും നിബന്ധനകൾ, പക്ഷെ അതിന് ആ ഒരു ചോദ്യത്തിന് മറുപടി നൽകിയില്ല. കാരണം അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ കരാർ എന്ന് പറയുന്ന ഒരു സംഭവം ഇറാൻ പോയി അങ്ങോട്ടേക്ക് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. എന്തായാലും ഇതിനു മുമ്പ് മാർച്ച് 12-ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ യുദ്ധം അവസാനിപ്പിക്കാൻ 3 പ്രധാന വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിരുന്നു അന്ന്. പക്ഷേ ഇതിപ്പം ഈ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് ശേഷം അത്തരം കരാറുകളോ ഒന്നും തന്നെ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. എന്തായാലും അന്ന് ഇറാന്റെ ഈ നിയമാനുസൃത അവകാശങ്ങൾ അംഗീകരിക്കുക, യുദ്ധനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക, ഭാവിയിൽ ആക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള ഉറച്ച അന്താരാഷ്ട്ര ഗ്യാരണ്ടികൾ നൽകുക എന്നിങ്ങനെയായിരുന്നു.
പക്ഷേ ഈ ട്രംപ് ഇറാനെ കഠിനമായ രാജ്യം എന്ന് വിശേഷിപ്പിക്കുകയും യുദ്ധത്തിൽ വിജയം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു അവകാശവാദങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ട്രംപ് പറയുന്ന കാര്യങ്ങളൊക്കെ ചുമ്മാ അതാണ്, അല്ലെങ്കിൽ വെള്ളത്തിൽ വരച്ച വര പോലെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ലോകത്തെ നടുക്കിയ 9/11 ഭീകരാക്രമണം വീണ്ടും ആവർത്തിക്കാൻ ഗൂഢാലോചന ഉണ്ടോ അല്ലെങ്കിൽ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്നുണ്ട്. ഈ പറയുന്ന രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇറാനിൽ പുറത്തു വന്ന ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ വൻ ചർച്ചയാവുകയാണ്. അതായത് ഒരു പുതിയ സെപ്റ്റംബർ 11 ആക്രമണം സൃഷ്ടിച്ച അതിന്റെ പഴി ഇറാന്റെ മേൽ കെട്ടിവെക്കാൻ ആസൂത്രിത നീക്കം നടക്കുന്നുണ്ട് എന്ന് അലി ലാരിജാനിയുടെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. മാത്രമല്ല ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പുതിയൊരു തലത്തിലേക്ക് ഇത് എത്തിച്ചിട്ടുണ്ട്. ഈ ലാരിജാനിയുടെ അവകാശവാദ പ്രകാരം കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന അമേരിക്കൻ ധനികനായിട്ടുള്ള ജെഫ്രി എപ്സ്റ്റീന്റെ ശൃംഖലയുമായിട്ട് ബന്ധപ്പെട്ട ചില വ്യക്തികൾ ഇത്തരം ഒരു ആക്രമണം ആസൂത്രണം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് വിവരം ലഭിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. 9/11 പോലുള്ള ഒരു സംഭവത്തെ വീണ്ടും സൃഷ്ടിച്ച് അതിനെ ഇറാനെ ഉത്തരവാദിയാക്കാനുള്ള ശ്രമം ഉണ്ടാക്കാമെന്ന ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇറാൻ അടിസ്ഥാനപരമായിട്ട് ഇത്തരം തീവ്രവാദ പദ്ധതികളെ എതിർക്കുന്ന രാജ്യമാണ് എന്നും അമേരിക്കൻ ജനതയെ ഇറാൻ ശത്രുവായി കാണുന്നില്ല എന്നും ലാരിജാനി തന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് ലാരിജാനിയുടെ പ്രസ്താവനകൾ പുറത്തു വന്നിട്ടുള്ളത് എന്നതും മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇറാനിയൻ നേതാക്കളുടെ വാദപ്രകാരം അമേരിക്കയും ഇസ്രയേലും ചേർന്നാണ് നിലവിലെ സംഘർഷാവസ്ഥ തുടക്കം കുറിച്ചത്. ഇതിന് പ്രതികാരമായിട്ട് ഇറാൻ ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതായിട്ടും ഗൾഫ് മേഖലയിലെ ചില അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടതായിട്ടും അവകാശപ്പെടുന്നുണ്ട്. ലാരിജാനിയുടെ പ്രസ്താവനയിൽ മറ്റൊരു പ്രധാന കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. ഈ അമേരിക്കൻ ജനതയുമായിട്ട് ഇറാന് യുദ്ധമില്ല എന്നും നിലവിലെ പോരാട്ടം അമേരിക്കൻ ജനങ്ങളിലേക്കല്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇറാൻ അടിസ്ഥാനപരമായിട്ട് ഭീകരതയെ ശക്തമായിട്ട് എതിർക്കുന്ന രാജ്യമാണ്. ഞങ്ങൾക്ക് അമേരിക്കൻ ജനതയുമായിട്ട് യുദ്ധമില്ല. അതായത് ഈ പറയുന്ന അവിടുത്തെ സിവിലിയൻസ്, അവിടുത്തെ സാധാരണ ആളുകളോടുള്ള അല്ലെങ്കിൽ ആളുകളെ തങ്ങൾക്ക് തീർക്കണമെന്നോ അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് അവരെ ബുദ്ധിമുട്ടിലാക്കണമോ എന്നുള്ള ചിന്തയൊന്നും ഇറാൻ ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ അമേരിക്കയും ഇസ്രയേലും ആരംഭിച്ച ആക്രമണങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ പ്രതിരോധിക്കാൻ ഇറാൻ നിർബന്ധിതരായിരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ കുറിച്ചതും ഇതാണ്. എന്തായാലും ആക്രമണം നടത്തുന്ന അവർക്ക് ശക്തമായിട്ടുള്ള മറുപടി നൽകുമെന്നും അദ്ദേഹം ഈ ഒരു മുന്നറിയിപ്പിലൂടെ പറയുന്നുണ്ട്. ലാരിജാനിയുടെ ആരോപണത്തിൽ പരാമർശിക്കപ്പെട്ട സെപ്റ്റംബർ 11 ആക്രമണം അത്യാധുനിക ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്നായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. സെപ്റ്റംബർ 11 അറ്റക്കസ് എന്നറിയപ്പെടുന്ന ആ ഒരു ആക്രമണത്തിൽ ഏകദേശം 3000 പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2001 സെപ്റ്റംബർ 11 അൽ ഖ്വയ്ദയുമായിട്ട് ബന്ധമുള്ള 19 ഭീകരർ അമേരിക്കയിലെ 4 യാത്രാ വിമാനങ്ങൾ ഹൈജാക്ക് ചെയ്ത് ആക്രമണം നടത്തുകയായിരുന്നു. ആ ഹൈജാക്ക് ചെയ്ത വിമാനങ്ങളിൽ 2 വിമാനങ്ങൾ ന്യൂയോർക്ക് നഗരത്തിലെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ഗോപുരങ്ങളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈ ഇടിച്ചുകയറ്റം വൻ തീപിടുത്തങ്ങൾക്കും കെട്ടിടങ്ങളുടെ ഘടനാപരമായിട്ടുള്ള തകർച്ചയ്ക്കും കാരണമായി. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലോക വ്യാപാര കേന്ദ്രത്തിന്റെ 2 ഗോപുരങ്ങളും തകർന്ന് അന്ന് വീണിരുന്നു. ഈ ഒരു ദുരന്തം ലോകമെമ്പാടുമുള്ള ജനങ്ങളെ തന്നെ ഞെട്ടിച്ചതാണ്. മറ്റൊരു വിമാനം വിർജീനിയയിലെ അമേരിക്കൻ സൈനിക ആസ്ഥാനമായിട്ടുള്ള പെന്റഗണിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു. 4ാമത്തെ വിമാനം മറ്റൊരു ലക്ഷ്യത്തിലേക്ക് പോകുന്നതിനിടെ യാത്രക്കാർ ഹൈജാക്കന്മാരെ തടയാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഷാക്സ്വില്ലിങ്ങിന് സമീപം തകർന്നു വീണു. അങ്ങനെ ഈ ഒരു ആക്രമണങ്ങൾ അമേരിക്കൻ സുരക്ഷാ സംവിധാനങ്ങളെയും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെയും മുഴുവനായി മാറ്റിമറിച്ച ഒരു കാര്യമാണ്. തുടർന്ന് അമേരിക്കയും അഫ്ഗാനിസ്ഥാനും പിന്നീട് ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സൈനിക ഇടപെടലുകൾ ആരംഭിക്കുകയും വാർ ഓൺ ടെറർ എന്നറിയപ്പെടുന്ന ആഗോള യുദ്ധത്തിന് ഒരു തുടക്കം കുറിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഇത്തരം ഒരു ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട ആരോപണം വീണ്ടും ഉയർന്നു വന്നതോടെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾ ആരംഭിക്കുകയാണ്. ചില വിദഗ്ധർ ഈ ലാരിജാനിയുടെ പ്രസ്താവന യുദ്ധ സാഹചര്യത്തിലെ രാഷ്ട്രീയ പ്രചാരണമായിട്ട് കാണുമ്പോൾ മറ്റു ചിലർ അത് മുന്നറിയിപ്പായിട്ട് കാണണമെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും ഇതുവരെ അമേരിക്കയോ അല്ലെങ്കിൽ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളോ ഈ ഒരു ആരോപണത്തെ ഔദ്യോഗികമായിട്ട് പ്രതികരണോ അല്ലെങ്കിൽ അവർ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഈ മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സംഘർഷാവസ്ഥയിൽ ഇത്തരം ആരോപണങ്ങൾ
ആരോപണങ്ങളും മറുപടികളും സ്ഥിതിഗതികൾ കൂടുതൽ സംഘർഷഭരിതമാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്തായാലും ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ഇതിനോടകം തന്നെ പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ അന്താരാഷ്ട്ര ബന്ധങ്ങളെ കൂടുതൽ സങ്കീർണമാക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ഈ ഒരു യുദ്ധം ഇനി എന്ന് അവസാനിക്കുമെന്നാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ നോക്കിക്കാണുന്നത്.